ഹലോ എവരിവൺ, ഞാൻ അൽഫിദ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ നിൽക്കുന്നത് എൻ്റെ മാവിൻ ചോട്ടിലാണ്. ഈ നിൽക്കുന്നത് തനി നാട്ടുമാങ്ങയാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ മരം നട്ടത്. ഇന്ന് കണ്ടോ അത് വളർന്നത്. ഇതിൽ പൂവിട്ടപ്പോൾ വളരെ സന്തോഷമായി. ഈ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ്. വെക്കേഷൻ സമയങ്ങളിലാണ് ഞങ്ങൾ കൂടുതലും മാങ്ങ പറിക്കാറ്. നാട്ടുമാങ്ങയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഏറെയുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ ഇല പല്ലു തേക്കാൻ ഉപയോഗിക്കും. അടുത്ത മാവിൻ്റെ വിശേഷം പറയാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൽഗോവ മാമ്പഴം. ഇത് 2 വർഷങ്ങൾ കൊണ്ട് കായ്ക്കുന്നതാണ്. നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ്. ഇന്ന് അപ്രതീക്ഷിതമാകുന്ന മാമ്പഴങ്ങൾ ഏതാണെന്ന് പറയാം. പഴങ്ങളുടെ രാജാവാണല്ലോ മാമ്പഴം. നമ്മുടെ വീട്ടുപറമ്പിൽ ഒട്ടേറെ മാമ്പഴമുണ്ട്. യാതൊരു സംരക്ഷണമോ വളമോ ഇല്ലാതെ നല്ല ആരോഗ്യത്തോടെ 1000 മാങ്ങകൾ വരുന്ന നാട്ടുമാങ്ങകൾ ഇപ്പോൾ കുറവാണ്. അത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്രത്യക്ഷമാകുന്ന നാട്ടുമാങ്ങ തൈകളെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. നാട്ടുമാങ്ങ തൈകളിൽ ഒന്നാണ് ചന്ദ്രകാരൻ. കേരളത്തിൽ പ്രാദേശികമായി ലഭ്യമായ ഏറ്റവും സാധാരണവും ജനപ്രിയവുമായ ഒന്നാണ് ഇത്. കേരളത്തിൽ പണ്ട് ഉടനീളമുള്ള എല്ലാ വീടുകളിലും, പ്രത്യേകിച്ച് പഴയ തറവാട്ടുകളിൽ ഈ മാമ്പഴം സാധാരണമായിരുന്നു. ഈ ഇനം മാമ്പഴം വംശനാശ ഭീഷണി ഏർപ്പെട്ടിരിക്കുകയാണ്. മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന മാമ്പഴത്തിൻ്റെ ശിഖരങ്ങൾ കാണാൻ മനസ്സിന് വല്ലാതൊരു കുളിർമ തന്നെയാണ് അല്ലേ? ഒപ്പം അതിൻ്റെ സുഗന്ധവും. മറ്റൊരു നാട്ടുമാങ്ങയാണ് കിളിച്ചുണ്ടൻ മാമ്പഴം. ഇതിൻ്റെ അറ്റം പക്ഷികളുടെ കൊക്ക് പോലെ സാമ്യമുള്ളതിനാൽ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ ഇത് വളരെ ദുർലഭമായേ കാണാറുള്ളൂ. മറ്റൊരു ഇനമാണ് മൂവാണ്ടൻ. കേരളത്തിലെ മറ്റൊരു സാധാരണ മാമ്പഴമായ മൂവാണ്ടൻ പൂക്കാൻ 3 വർഷമെടുക്കും. അതുകൊണ്ടാണ് ഈ മാമ്പഴത്തിന് മൂവാണ്ടൻ എന്ന് പേര് ലഭിച്ചത്. വിറ്റാമിൻ എ, സി, ഡി പോഷകങ്ങളുടെ കലവറയാണ് മാങ്ങ എന്ന പഴങ്ങളുടെ രാജാവ്. 1940 ശേഷം റബ്ബർ കൃഷി വ്യാപനത്തിനു വേണ്ടി കുന്നുകളും മേടുകളും വെട്ടി. അക്കൂട്ടത്തിൽ ധാരാളമായും നാട്ടുമാവുകൾ ഉൾപ്പെട്ടു. നാട്ടുമാവിന് വളരാൻ ഇടമില്ലാതായപ്പോൾ പകരം ഒട്ടുമാവുകൾ സ്ഥാനം പിടിച്ചു. നാട്ടുമാവുകളുടെ പ്രാധാന്യം തിരിച്ചറിയാത്ത കേരളീയ സമൂഹം അവയുടെ സംരക്ഷണത്തിനായി കാര്യമായൊരു ഇടപെടലും നടത്തിയില്ല. വിദേശി ജനങ്ങളുടെ വരവോടെയാണ് വീട്ടുമുറ്റങ്ങളിൽ നിന്നും നാട്ടുമാവുകൾ അപ്രത്യക്ഷമായത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നാട്ടുമാവുകളെ കുറിച്ച്? വീട്ടിലൊരു നാട്ടുമാവെങ്കിലും നട്ടുവളർത്തുവാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.